ഹലോ, ഈവനിങ് ടൈമായി കേട്ടോ. സോ നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കേട്ടാൽ മതിയേ. ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് ഇന്ന് പറയുന്നത് ആടുജീവിതത്തിനെ പറ്റി തന്നെയാണ്. പക്ഷെ ആടുജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന വസ്തുത ആ നജീബുക്കയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആ പേഴ്സ്യൂട്ടില്ലേ, ആ പേഴ്സ്യൂട്ടിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിക്കോസ് പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പറ്റി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എ ആർ റഹ്മാൻ്റെ കൂടെ. അതായത് ആ മൂവിയുടെ കഥ കേൾക്കുമ്പോഴേ, ആടുജീവിതം അല്ലെങ്കിൽ ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞ മൂവിയുടെ കഥ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിന്നിരുന്നത് എന്നതാണ് ആ ചോദ്യത്തിന്റെ പിന്നിൽ പൃഥ്വിരാജ് ചോദിക്കുകയാണ് റഹ്മാനോട്. അപ്പോൾ പറയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ മുസ്ലിംസ് ദേ വോണ്ട് തിങ്ക് അബൌട്ട് അങ്ങനെ ജീവിതം എടുത്ത് കളയണം എന്ന് ഒരിക്കലും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്, ജീവിതം സ്വന്തമായിട്ട് അറുത്ത് കളയാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഇദ്ദേഹം അതിൽ ക്ലിങ് ചെയ്തു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അല്ലേ, എന്നെങ്കിലും ഇത് മാറും, എന്നെങ്കിലും എൻ്റെ ഈ അവസ്ഥ മാറിക്കിട്ടും, എന്നെ സ്നേഹിക്കുന്നവർ ബാക്ക് ഇൻ ദ ഹോം അവിടെ എൻ്റെ നോക്കി കേരളത്തിലുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ട് താനും. അദ്ദേഹം അതിനുവേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി വളരെ ത്യാഗം ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ റമദാൻ കാലത്ത് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥ കേൾക്കുന്നത് ഒരുപാട് പുണ്യം തന്നെയാണ്. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ വരുന്നത്, ഇത് ഞാൻ കേട്ടപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഒരുപാട് അദ്ദേഹം ഇതുപോലെ നല്ല നല്ല മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഈ ആടുജീവിതത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹമാണ് ഇത് പരാമർശിച്ചത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാതിരുന്നതെന്ന്. ഒരിക്കലും ആത്മഹത്യ എന്തിനും പരിഹാരം അല്ലല്ലോ. എങ്ങനെ പരിഹാരമാകും അത് ചെയ്യാൻ തന്നെ എന്തോരം ധൈര്യം വേണോ അല്ലേ, ഒരു ജീവിതം വേണ്ടാന്ന് വെക്കാനായിട്ട്. അപ്പം അത് പോട്ടെ, നമ്മൾ ആ നെഗറ്റീവ് സൈഡിലോട്ടല്ല പോകുന്നത്. സോ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇത്രയും കഷ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ നമ്മൾ പോസിറ്റീവായിട്ട് ജീവിച്ച് കാണിക്കണം അല്ലേ നമ്മളെല്ലാവരും. ഞാൻ പറയാൻ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ വന്നത്. ഒന്ന് വന്നിട്ട് ആ ഡോക്ടറായിട്ടുള്ള കുട്ടി, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി അല്ലേ, ഹൗസ് സർജനോ എന്തായിരുന്നു തോന്നുന്നു അല്ലേ, ആ കുട്ടി അഭിരാമി എന്ന് പറയുന്നല്ലേ, സുന്ദരിയായിട്ടുള്ളൊരു മോള്. എന്ത് കൊണ്ടായിരിക്കും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടാവുക? എക്സ്ട്രീം കണ്ടീഷൻസ്. എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ എനിക്ക് 1200 പേര് ആണ് എന്നെ കേൾക്കുന്നുള്ളെങ്കിൽ ആ 1200 പേരിൽ എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ആ 1200 പേര് 10 പേരോട് പറയുക, നിങ്ങൾ ഇങ്ങനെ അങ്ങനെ 10 പേരോട് പറ, അങ്ങനെ ഒരു ചെയിനിൽ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് വിൽ സ്മിത്തിനെ പറ്റിയാണ് കേട്ടോ. വിൽ സ്മിത്ത് വന്നിട്ട് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? കുറേ പഴയ സിനിമ, 2008 വന്ന സിനിമയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ കഥയല്ല, ക്രിസ് ഗാർണർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ കഥയാണ്. സ്റ്റാൾവേർഡ് ഇൻ ദാറ്റ് ഫീൽഡ്. ഹി ഈസ് വെരി റിച്ച്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി പോലത്തെ കഥ ഹോളിവുഡ് സിനിമ ആക്കിയതാണ്. അതിനകത്ത് വിൽ സ്മിത്ത് ആണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറിയ മകനും ഉണ്ട്. അപ്പൊ ഈ സിനിമ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമയുടെ സമാനതകളുള്ള ഒരു സിനിമ സത്യൻ അന്തിക്കാട് 2010 എടുത്തിട്ടുണ്ട്, 2010. അപ്പൊ മിക്കവാറും ഇതിൽ നിന്ന് ഇത് കണ്ടിട്ട് കുറച്ചൊക്കെ എടുത്തായിരിക്കും കേട്ടോ. അത് പണ്ട് എല്ലാവരും അങ്ങനെയാണ് കുറേശ്ശെ. ഇപ്പൊ ഞാനിപ്പോ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ അതിൽ നിന്നും ആ ടോക്കിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടല്ലേ ഞാനിപ്പോ ഈ ടോക്ക് പറയാൻ കാര്യം. അതുപോലെ അതിൽ തെറ്റേണ്ടതല്ല പറയണേ, വെർബാറ്റിം കോപ്പി ചെയ്യാൻ പാടില്ലല്ലോ. എന്നാലും അപ്പം സത്യൻ അന്തിക്കാട് സാറിന്റെ ആ സിനിമയിൽ അഭിനയിക്കുന്നത് ജയറാം ഒരു ഓട്ടോക്കാരനായിട്ട്, പിന്നെ ഒരു മെഡിസിൻ വിദ്യാർത്ഥിനിയായിട്ടാണ് മമത മോഹൻദാസ്. ദെൻ ഷി വിൽ ബിക്കം എ ഡോക്ടർ. അവരുടെ ഹെൽപ്പ് ഉണ്ട്. അവരുടെ ഹസ്ബൻഡായിട്ട് ആസിഫ് അലി. പെട്ടെന്ന് ആ പയ്യൻ മരിച്ചു പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അന്യമതസ്ഥനെ കല്യാണം കഴിച്ചതായതുകൊണ്ട് ഈ കുട്ടീനെ ആരും നോക്കുന്നില്ല, ഈ വീട്ടിൽ കയറ്റുന്നില്ല. അങ്ങനെ അത് പെട്ടെന്ന് അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഈ മമത മോഹൻദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നിട്ട് ഈ ഓട്ടോക്കാരൻ്റെ ഓട്ടോയിൽ വന്ന് കയറുകയും പിന്നെ അദ്ദേഹം താമസിക്കുന്ന കോളനിയിൽ കൊണ്ടുപോവുകയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെയാണ് കഥ. അപ്പോൾ അതിനകത്തൊരു സീനുണ്ട്, ഈ കുട്ടിയുമായിട്ട് മമത മോഹൻദാസ് താമസിക്കാൻ സ്ഥലമില്ല, വീട് ഇല്ല, പെട്ടെന്ന് റൂഫ്ലെസ് ആയി പോയപ്പോൾ പുള്ളിക്കാരത്തി കോമൺ റെസ്റ്റ് റൂംസും ബാത്റൂംസും ഒക്കെ യൂസ് ചെയ്യുന്നതും ആ കൊച്ചിനെയും കൊണ്ട് പാർക്കുകളിലും അവിടെ ഇവിടെയൊക്കെ സമയം ചെലവഴിക്കുന്നതൊക്കെ ഈ സിനിമയിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനമാണെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ആയിരിക്കാം, ആയിരിക്കാതിരിക്കാം. പക്ഷെ
ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു പ്ലോട്ടാണത്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞത്. ആ സിനിമ നിങ്ങൾ ഓർക്കാൻ വേണ്ടി കൂടിയാണ്. അതായത് വളരെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് വരുമെന്ന് പറയുന്നില്ലേ, അതിന്റെ ഉദാഹരണമാണ് വിൽ സ്മിത്തിന്റെ ആ മൂവി. അത് കഴിഞ്ഞ് വിൽ സ്മിത്തിന്റെ വേറെ ഒരു ബയോഗ്രഫി ഉണ്ട് പുള്ളിയുടെ, വിൽ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പുള്ളി എങ്ങനെ കടന്നു വന്ന കഥകളും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് പാഠങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അതായത് വലിയൊരു മതിൽ കെട്ടണമായിരുന്നു അത്ര. ആ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാൻ ഒക്കുവോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ പറയും പിന്നെന്താ, 1 brick at a time എന്ന് പറയും. അതായത് ഒരു ബ്രിക്ക് എടുത്ത് വെക്കും മോനെ, കുറച്ച് ചെറിയ കയ്യിൽ കൊണ്ടുവന്ന് വെക്കുക, ചെയ്യുക അങ്ങനെ വലിയ ബ്രിക്കായിട്ട് മാറും അല്ലേ അത്. അപ്പൊ നമ്മളത് കേട്ടിട്ടുണ്ട്, അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വലിയൊരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുക അല്ലേ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാ ഇപ്പൊ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത്, നാളെ 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ എങ്ങനെയാവും ദൈവം, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ അസുഖമാണോ വരാൻ പോണെ, ഇങ്ങനെ ഇന്ന് മുതലേ ചിന്തിക്കുമോ നമ്മൾ? അങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് ഈ ഇങ്ങനത്തെ പേടികളെല്ലാം വരുന്നത്, ലൈഫിനെ പറ്റിയിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥ വരുന്നത്. നെവർ, വി ഷുഡ് തിങ്ക് ഓൺലി അബൌട്ട് നൗ, പവർ ഓഫ് നൗ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു ബുക്കും ഉണ്ട് കേട്ടോ, പവർ ഓഫ് നൗ. അവർ പറയുന്നതെല്ലാം ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കുവോ, ഇന്നത്തെ കാര്യം ചിന്തിക്കുവോ, എന്നിട്ട് വേണ്ടേ നാളത്തേക്ക് പോകാനായിട്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കുയിലിന്റെ സൗണ്ട്. ഇത്ര സൗണ്ട് ഇവിടെ വരുന്നില്ലെന്ന് തോന്നില്ല, എനിക്ക് കാതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുയിലുകളൊക്കെ പറന്ന് നടക്കുന്നത് നോക്കൂ. അങ്ങനെയൊക്കെ കണ്ട് സന്തോഷിക്കുക, അല്ലാതെ എന്താ ചെയ്യുക. എനിക്കും ഒരുപാട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള സമയം കേട്ടോ ഇപ്പോൾ. ബട്ട് ഞാൻ പിന്നെയും കുളിച്ച് ഒന്ന് നേരെയായി എൻ്റെ മനസ്സിനെയൊക്കെ ഒന്ന് ബലപ്പെടുത്തി ആവശ്യമില്ലാതെ അച്ഛനോടും അമ്മയോടും പിണങ്ങാൻ പോകാതെയും വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെയും ഒക്കെ ശ്രമിക്കണമെന്ന് ഞാൻ വിചാരിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ അത് പിന്നെയും ഞാൻ മറന്നു. പക്ഷെ ഇപ്പോഴത്തെ മിനിറ്റിൽ ഞാൻ വിചാരിക്കും അങ്ങനെ കേട്ടോ. അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ മുമ്പിലേക്ക് പോകേണ്ടത്. അയ്യോ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കരുത്. കാരണം ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഈ ഡിപ്രഷനിലേക്കൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നാളത്തെ കാര്യം നമ്മൾ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഡൽഹിക്ക് ഒരു ടിക്കറ്റ് എടുത്തു വന്നിരിക്കട്ടെ, ട്രെയിനിൽ പോകാനോ ഫ്ലൈറ്റിൽ പോകാനോ. നമ്മൾ ഡൽഹി ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? നമുക്ക് ഇല്ലല്ലോ. നമ്മൾ ഓരോ ഇഞ്ചും അല്ലേ നമ്മൾ ഡൽഹിയോട് അടുക്കുന്നത്. ഇൻ ദ സെൻസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഓട്ടോ പിടിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുന്നു. അതെല്ലാം ഓരോരോ ബ്രിക്ക് അല്ലേ. ആ ഓരോരോ ബ്രിക്ക് എടുത്തെടുത്ത് വെച്ചല്ലേ നമ്മൾ ഡൽഹിയിലേക്ക് ചെല്ലുക. അല്ലാതെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഡൽഹി അത് കണ്ടിട്ടല്ലല്ലോ നമ്മൾ ഡെസ്റ്റിനേഷനിൽ പോകുന്നത്. അതൊരു ഉദാഹരണം. പിന്നെ ഒരു ഉദാഹരണം, ടോർച്ച്. നമ്മുടെ ടോർച്ചിന്റെ ലൈറ്റ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം അല്ലേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ, നടക്കുന്നുമുള്ളൂ. നമുക്ക് ആ ടോർച്ച് ലൈറ്റേ ആവശ്യമുള്ളൂ അല്ലേ. ബിക്കോസ് വി ആർ നോട്ട് ഗോയിങ് ടു ഫ്ലൈ അല്ലേ. നമ്മുടെ കാല് വെച്ച് നടക്കുമ്പോൾ നമുക്ക് ആ ടോർച്ച് ലൈറ്റ് മതിയല്ലോ ഇരുട്ടിനെ ഭേദിക്കാനായിട്ട്. ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മൾ ദിവസവും ഓരോ മോട്ടിവേഷൻ ആയിട്ട് അങ്ങ് എടുക്കുക. ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട്. ഓരോരോ പുസ്തകം എടുത്ത് ഒരു ലൈനെങ്കിലും വായിക്കുമ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും യൂണിവേഴ്സ് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഓഫ് മൈ ടോക്ക് ഈസ് ഗോയിങ് ടു ബി എ സീരിയസ് വൺ. ഇത് ഞാനൊരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു. അടുത്തത് എന്താ ഞാൻ പറയാൻ വരുന്നതെന്ന് അറിയോ? 2 എണ്ണം ലോറിയുടെ അടിയിലോട്ട് ഇടിച്ച് കയറിയില്ലേ. അവരുടെ ആളുകൾ ഇത് കേൾക്കുന്നില്ലോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഒരു ലോയർ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള അവസ്ഥകൾ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയോ? ഡോണ്ട് സ്ട്രേ ഇൻ യുവർ ലൈഫ്. സ്ട്രേ ചെയ്യുന്നത് ആരാണെന്നറിയോ? ഡോഗ്സ് ആണ്. അവരെ എന്താ പറയാ? ബിച്ച് എന്നാണ് പറയാ. എന്തുകൊണ്ടാണ് ആ വാക്ക് എനിക്കിപ്പോൾ പറയേണ്ടി വന്നത്? ബിക്കോസ് സ്ട്രേയിങ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണക്റ്റാണ് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഡോഗ്സിനെ അങ്ങനെ പറയുന്നത്? ഡോഗ്സ് വിൽ മേറ്റ് വിത്ത് എനി സ്ട്രേസ്, അതായത് ദേ വിൽ സ്ട്രേ ഔട്ട് ഇൻ ദെയർ ലൈഫ്. അതുകൊണ്ടാണ് സ്ട്രേ ഡോഗ്സ്. അങ്ങനെ നമ്മൾ വളരെ മീനിയലായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ആ ഡോഗ്സ് എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ജീവിയാണ്, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റിയതാണ്, എല്ലാം ആണ്. പക്ഷെ ഡോഗ്സിനെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്വഭാവമായിട്ട് തിരിച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഡോഗ്സ് വന്നിട്ട് ഇങ്ങനെ കണ്ടതിൻ്റെ കൂടെ ഇണചേരും അല്ലേ, കാണുന്ന ഡോഗിൻ്റെ കൂടെ ഇണചേരും. അപ്പോൾ ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഡോഗ്, നീ ഒരു ഇങ്ങനെ തെണ്ടി നായാണ് അല്ലെങ്കിൽ ബിച്ചാണ് എന്ന് പറയുന്നത് ഈ ഡോഗിൻ്റെ ഇങ്ങനത്തെ വൃത്തികെട്ട ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആണായാലും പെണ്ണായാലും അതിനകത്തേക്ക്
തരം താഴരുത് അല്ലേ. ആണുങ്ങൾക്ക് സമാനതയുള്ള ഒരു വേർഡ് ഇതുവരെയും ആരും പറയുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാത്തത്. സ്ത്രീകളെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ മരിച്ചുപോയ ആ അനുജ എന്ന് പറഞ്ഞ സ്ത്രീയെ പറ്റിയാണ്. നോക്ക്, ഒരു സ്ത്രീയാണ് വീടിൻ്റെ വിളക്കെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഒരു സ്ത്രീ തന്നെയല്ലേ ആ സ്ത്രീയുടെ ലൈഫിലും കുഴപ്പമാക്കുന്നത്? ഈ അനുജ വിചാരിക്കേണ്ട ആവശ്യമല്ലേ ആ മറ്റേ അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയപ്പെടുന്ന ആ മരിച്ചുപോയ ആ മനുഷ്യന്, ആ പുരുഷന് 2 മക്കളും ഒരു ഭാര്യയുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് ഞാൻ കയറി ചെല്ലാൻ പാടില്ല എന്ന് അധ്യാപികയായിട്ടുള്ള ആ കുട്ടി വിചാരിക്കണ്ടേ? വേണ്ടേ? ആലോചിച്ച് നോക്കൂ. പണ്ടൊരു ചൊല്ലുണ്ട്, വേലി ചാടിയ പശുവിനെ കോല് കൊണ്ട് മരണം എന്ന്. കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ആയില്ലേ ഇത്. രാത്രി ഇറങ്ങി ഏതോ ഒരാളുടെ കാറിൽ കയറി പോവുക, എന്നിട്ട് വണ്ടി ഇടിച്ച് മരിക്കുക. അപ്പോൾ യൂണിവേഴ്സ് തന്നെ അവരെ എന്തോരം ഡിറ്റസ്റ്റ് ചെയ്തൊന്ന് നോക്കും. ഞാൻ അല്ലാത്തവർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ നമുക്കറിയില്ല. പക്ഷേ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ നമ്മളെ കുത്തും അല്ലേ. നമ്മൾ അയ്യോ തെറ്റാണ് ചെയ്യുന്നതെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ചിലർക്ക് മദ്യപിക്കുന്നത് തെറ്റേ ആയിരിക്കില്ല, അത് തെറ്റല്ല, അതൊരു ചെറിയൊരു ഇൻടോക്സിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളതായിരിക്കും. ചിലർക്ക്, എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ചുവിംഗം ചവയ്ക്കുന്നത്. അതെൻ്റെ ശരീരത്തിൽ അനീമിയ വരുന്ന സമയത്ത് ഐ വാസ് ഷോയിങ് ദ ട്രേറ്റ്. പിന്നെ എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല. അപ്പം നമുക്ക് എന്തെങ്കിലും വൈകല്യം, എന്തെങ്കിലും കുറവ് ഉണ്ടാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാമിൻ്റെയോ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഇൻടോക്സിക്കേഷനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? കുടുംബത്തുള്ളവരോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അല്ലാതെ ഇതുപോലെ പെട്ടെന്ന് ഒരു സൈഡ് ഇതുപോലെ എന്താ പറയുക, ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിൽ, പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കുടുംബം മുഴുവനും വഴിയാധാരാക്കി കളഞ്ഞില്ലേ? ആണുങ്ങളും കേൾക്കണം, പെണ്ണുങ്ങളും കേൾക്കണം. പെൺകുട്ടികൾ എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സൗഹൃദത്തിന് പോവാതിരിക്കുക. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് സൗഹൃദം എന്ന് പറയുന്നത് എപ്പോഴും സെയിം സെക്സ് തമ്മിലുള്ള സൗഹൃദമാണ് ശരിയായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം കേൾക്കുമ്പോൾ എല്ലാവരും പുരോഗമനവാദികളെല്ലാം പറയും, ചേച്ചി എന്തൊരു ജഡ്ജ്മെൻ്റൽ. ദിസ് ഇസ് നോട്ട് ജഡ്ജ്മെൻ്റൽ മക്കളെ. കാരണം എന്താണെന്നറിയോ, ബയോളജി, കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ചില ഹോർമോൺസ് അധികമായിരിക്കാം. അവർ അത് എന്താ പറയുക, പുറത്തേക്ക് വിടാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം. അങ്ങനെ തൻ്റെ പാർട്ട്ണർക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കാം. അപ്പോൾ വേറൊരു പെൺകുട്ടിയെ, നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ, നല്ല ഭംഗിയായിട്ട് ജീവിതം ജീവിക്കുന്ന ഒരു സ്ത്രീ ജസ്റ്റ് നോക്കി ഒന്ന് പുഞ്ചിരിച്ചപ്പോഴേക്കും അവർക്ക് പല വിഷമങ്ങളും ഉണ്ടാവുമല്ലോ വീട്ടിൽ. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാകാം, കുട്ടികൾ വരെയൊക്കെ പഠിക്കുന്നുണ്ടാവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഒന്നാമത് ജോലിക്ക് പോകുക അങ്ങനെ ചെയ്യുമ്പോൾ അതും ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ ഒരുപാട് പണി. ആ സമയത്ത് അവരുടെ ആ ഒരു മനോനിലയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം ഇദ്ദേഹം ആ ചെറു പുഞ്ചിരി സമ്മാനിച്ചത്. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നില്ലെങ്കിലും വേറെ എങ്ങനെ പറഞ്ഞു കൊടുക്കാമല്ലോ നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്ക് അറിയാമായിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ മക്കൾക്ക്, മരുമക്കൾക്കൊക്കെ ഇതൊരു ടോക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലെങ്കിൽ ഇത് എൻ്റെ ടോക്ക് കൊടുത്തോളൂ, അവർ കേൾക്കട്ടെ. ബിക്കോസ് ഇത് പച്ചയായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ബയോളജിയോ കെമിസ്ട്രിയോ വികലമായിട്ട് പോകുമ്പോൾ അതിൽ കൈയിട്ട് വരാൻ വേറൊരു അന്യപുരുഷന് സമ്മതിക്കരുത്. നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുക, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അതിനാണ് സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റുകളൊക്കെ കട തുറന്നിരിക്കുന്നത്. അവരുടെ അടുത്തൊക്കെ പോവുക, അവരുടെ അടുത്ത് സംസാരിച്ച് അതിന് വേണ്ട മെഡിക്കേഷൻസ് എടുക്കുക. യു ഹാവ് ടു റിയലി അലൈൻ യുവർ ലൈഫ്. ഞാൻ ഇന്നലെ പറഞ്ഞു, അഡ്ജസ്റ്റ് ആണോ അലൈൻ ആണോ ചെയ്യേണ്ടത്. യു ഹാവ് ടു അലൈൻ യുവർ ലൈഫ്. കുറ്റങ്ങളും കുറവുകളും ഉള്ള ജീവിതം തന്നെയാണ് എല്ലാവരുടേതും. അപ്പോൾ അതിനകത്ത് നമ്മൾ അലൈൻ ചെയ്തു പോകുന്നതാണ് നല്ലത്. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു ഈ ഇടയ്ക്ക്, ചേച്ചി ഇങ്ങനെ സാധാരണ പോലെ പറഞ്ഞ ചേച്ചിക്ക് ഒരു 50 ലാസ്റ്റ് മിഡ് 50s ഒക്കെ ആയിരിക്കാം പറയാം. അപ്പോൾ പറഞ്ഞു, എൻ്റെ പഴയ കാലത്തെ സുഹൃത്തുക്കളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, അവരോടൊക്കെ എനിക്ക് നല്ല സൗഹൃദമാണുള്ളത് എന്ന് പറഞ്ഞു. ആൺ സുഹൃത്തുക്കൾ, അവരോട് പഠിച്ചതൊക്കെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്തു, അവരുടെ ഭാര്യമാരുമായിട്ടും എനിക്ക് നല്ല സൗഹൃദമുണ്ട് കേട്ടോ. നോട്ട് ദ പോയിന്റ്. ഇതാണ് വേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ആൺ സുഹൃത്ത് ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതേ രീതിയിൽ ഇപ്പം എൻ്റെ ഒരു പെൺ സുഹൃത്തിനോട് സംസാരിക്കുന്ന അതേ രീതിയിൽ ഒരു ആൺ സുഹൃത്തിനോട് സംസാരിക്കുകയും ചെയ്യാം. അവരുടെ ഭാര്യയുടെ അറിവോടെ ആയിരിക്കണം.
കേട്ടോ. കാരണം അവരൊരു കുടുംബസ്ഥനാണ്, ചിലപ്പോൾ അപ്പൂപ്പന്മാരായിട്ടുണ്ടാവും. എന്തിന് ആണ് നമ്മൾ ആവശ്യമില്ലാതെ ഈ എന്താ പറയുക, ഒരു പ്രോക്സിമിറ്റി കൂടുതലായി കഴിയുമ്പോഴേ നമ്മൾ കൊടുക്കുന്ന വഴി. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നന്നായി സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കും, ഓ ഷീ ഈസ് വെരി ഫ്ലട്ടേർട്ടിയസ്. അങ്ങനെ എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ വേറൊരു കമ്പനി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ആർ യു ട്രൈങ് ടു ഫ്ലോട്ട് വിത്ത് മീ ആകാന്നൊരു വി പി എന്നോട് ചോദിച്ചു. ദാറ്റ് വി പി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. വൈ ഡിഡ് ഐ മേക്ക് ഹിം ഫീൽ ലൈക്ക് ദാറ്റ്? ഞാൻ സംസാരിക്കും, ചിരിച്ച് നല്ലോണം സംസാരിക്കുന്നത് കൊണ്ടാണോ? എനിക്കത് വല്ലാണ്ട് ആ ഒരു കോട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇട്ടിരുന്നു. അതുകൊണ്ടുണ്ടല്ലോ, ഇഫ് സമ്മൺ സ്റ്റാർട്ട്സ് എ കോൺവെർസേഷൻ വിച്ച് ഈസ് ഔട്ട് ഓഫ് മൈ എന്താ പറയുക വർക്ക് ഇഷ്യൂസ്, ഐ ജസ്റ്റ് ആസ്ക് ദം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ യു വിൽ പിക്ക് അപ്പ് ദ ഫോൺ ആൻഡ് വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ടു മീ. ഐ ഹാവ് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ഫാമിലി ബാക്ക് ഹോം. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എടുത്തൊന്നും ഇരിക്കത്തില്ല. സോ ആഫ്റ്റർ 4:30 or 5 ദിസ് റിലേഷൻ ഇവിടെ തന്നെ നിൽക്കും. എന്നോട് ഇപ്പോൾ സംസാരിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. വർക്കിനെ പറ്റിയും സംസാരിക്കാം, ചെറുതായിട്ടൊക്കെ നമുക്ക് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ സംസാരിക്കാം, അതൊക്കെ ഓക്കെയാണ്. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ് എനിത്തിങ് വിത്ത് യു ഫർദർ മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ നമ്പർ 1 ശത്രുവായി കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താ തെറ്റ്? നമ്മൾ അവരുടെ വീട്ടിലും അവർക്കും ഒരു വൈഫും ഫാമിലിയൊക്കെ കാണും. വൈ ഷുഡ് ദേ കോൾ അസ്? അവർ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൂർ പോകുമ്പോഴോ അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് ഹായ് ആകാ എന്തോ, ഞാൻ പറഞ്ഞു സാറേ ഫോൺ വെക്കി കേട്ടോ, ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ടു യു. ഞാൻ എപ്പോൾ ആരും വിളിച്ചാലും എടുക്കാറുണ്ട് കേട്ടോ. അത് കാരണം ബിക്കോസ് ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് 24/7 സപ്പോർട്ട് കൊടുക്കണം എന്നായിരുന്നു. ഞാൻ വക്കീലല്ലേ, അവർ വലിയ നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഐ ഹാവ് ടു ഗീവ് സം അഡ്വൈസ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് അമേരിക്കയിലൊക്കെ ഉണ്ടാവേ, അപ്പോൾ സമയം നോക്കാൻ പറ്റില്ല, ഫോൺ എടുക്കണേണ്ട, അങ്ങനെ ഇത്ര സമയത്ത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദിസ് കൈൻഡ് ഓഫ് ചിറ്റ് ചാറ്റ്സിനും ടോക്സിനും ഒക്കെ ഒരു ലിമിറ്റ് വെച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ വീട്ടിനകത്തേക്ക് അപരിചിതർ കയറി വരും. എന്നിട്ട് ഒരു കഥ നിങ്ങൾക്കറിയാലോ, പണ്ട് വടക്കൻ വീരഗാഥ കഥ അറിയാലോ. ഞാൻ പുരുഷന്മാരോടാണ് ചോദിക്കുന്നത്, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. കുഞ്ഞിരാമനെ വിളിച്ച് അകത്തേക്ക് കയറ്റിയ ഉണ്ണിയാർച്ച ഭർത്താവിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് കുത്തുവിളക്ക് എടുത്ത് അയാളെ കുഞ്ഞിരാമൻ വരുന്ന സൗണ്ട് കേട്ട് ചന്തുവിനെ മാറിപ്പോയി കേട്ടോ. ചന്തുവിനെ കുത്താൻ വേണ്ടിയിട്ട് ചന്തുവിനെ അടിക്കുകയോ ഒക്കെ ചെയ്ത്, എന്തിന് കുഞ്ഞിരാമൻ കാണുകയല്ലേ ഈ ഉണ്ണിയാർച്ചയുടെ അറയിൽ വന്ന് ചന്തു നിൽക്കുന്നത്. അപ്പം അതിനെ എൻ്റെ സ്വഭാവത്തിന് കുഴപ്പമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു നാടകമാടുകയാണ് ഉണ്ണിയാർച്ച. എന്തുകൊണ്ടാണ്? പതിവ്രതയാകാൻ വേണ്ടിയിട്ട്. അവരാണ് ശരിക്കും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. ആ സിനിമ കണ്ടപ്പോൾ, വടക്കൻ വീരഗാഥ സിനിമയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ. പക്ഷെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടന്നിരുന്നത് അങ്ങനെയല്ല. MTയുടെ വടക്കൻ വീരഗാഥ കണ്ടപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ സത്യമായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, പുരുഷന്മാരെ സ്ത്രീകളാൽ വഞ്ചിക്കപ്പെടുന്ന പുരുഷന്മാരും ഉണ്ട് എന്ന് പറയാൻ വന്നതാണ്. പക്ഷെ അധികവും വൾണറബിലിറ്റി സ്ത്രീയുടെ ഭാഗത്താണ്. പിന്നെ ഇതിൻ്റെ ഒരു നിയമവശം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്നാൽ ഒന്നുകൂടി പറയുകയാണ്. ഈ നിയമത്തിൽ പണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ ഈ സുപ്രീം കോടതി വിധികൾ വന്നു കഴിയുമ്പോൾ അത് നിയമമായിട്ട് മാറുകയാണ് കേട്ടോ. സുപ്രീം കോർട്ട് ഹാസ് ഗോട്ട് ദറ്റ് പവർ, ഇൻഹറൻറ്റ് പവർ ഉണ്ട് സുപ്രീം കോർട്ടിന്. വാട്ട് എവർ ഇറ്റ് ലേ ഡൗൺ, if the judges are writing it as a judgment from the Supreme Court, it will become a judgment. It will become a law. നിയമം ആയിട്ട് മാറുകയാണത്. ഒരു പ്രസിഡന്റും ഒരു നിയമവും പിന്നെ അതിന് മുകളിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നോ കോർട്ട് ക്യാൻ റൂൾ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് ഒരു ഹസ്ബൻഡും ഒരു വൈഫും സുന്ദരമായിട്ട് ജീവിച്ചു വരുന്ന സമയത്ത് വൈഫിന് ഒരു ഇല്ലിസിറ്റ് അഫെയർ ഔട്ട്സൈഡ്. എന്നിട്ട് അവർ പോയി ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പോലീസിനെ വിളിച്ച് പറയാണ്, എൻ്റെ വൈഫിനെയും കൊണ്ട് ഇന്ന ആള് പോയിട്ടുണ്ട്, പ്ലീസ് അറസ്റ്റ്, എഫ്ഐആർ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രൈം. CRPC പ്രകാരം ഒരു ക്രൈം ആയിരുന്നു അങ്ങനെ വേറൊരുത്തൻ്റെ വൈഫിനെ കൊണ്ടുപോകുന്നത്. അത് സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, വൈഫ് ഒരു വസ്തുവല്ല, അവരുടെ ശരീരം അവരുടേതാണ്, അവർക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവരെന്ത് വേണേലും കാണിച്ചോട്ടെ. പക്ഷേ
ആ മനുഷ്യനില്ലേ, ഈ സ്ത്രീയെ കൊണ്ടുപോയ ഞാൻ ഇതിനു മുമ്പും വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. ഒരു ആൾ എന്നോട് ചോദിച്ചു ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത് കേട്ടോ. അഡൾട്ടറി എന്ന് പറയുന്നത് ഒരു ക്രൈം അല്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ക്രൈം അല്ലാത്തത്? അതായത് ഈ കൊണ്ടുപോകുന്ന ആളുടെ മുകളിലേക്ക് ഒരു FIR ഇടാനുള്ള അധികാരം പോയ ഭാര്യയുടെ ഹസ്ബൻഡിന് ഇല്ല ഇപ്പോൾ. അതാണ് ക്രൈം അല്ല എന്ന് പറയുന്നത്. ക്രൈം എന്ന് പറയുന്ന ഒരു ആക്ട് അല്ല അത്. പക്ഷേ ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ട് തന്നെയാണ്. അതായത് ഇതൊരു ഇൻഫിഡിലിറ്റി അല്ലേ, ഒരു മാരേജിലെ ഇൻഫിഡിലിറ്റി അല്ലേ ഇതൊക്കെ. അപ്പോൾ ഇത് ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണ്. ഇൻഫിഡിലിറ്റി ഇൻ മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ടറി കമ്മിറ്റ് ചെയ്ത ഒരു വൈഫിനെ പിന്നെ എന്തിനു വേണം ആ ഹസ്ബൻഡിന്? സോ ഇറ്റ് ഈസ് ദെയർ ഇൻ ദി, ഇപ്പോഴും അത് നിയമം തന്നെയാണ്. എന്നെ കേൾക്കുന്നവർ അത് മനസ്സിലാക്കുക. കുറേ പേർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, അഡൾട്ടറി അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയല്ല, അത് ക്രൈം അല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓൺ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്, ദാറ്റ് ഈസ് by giving a complaint the husband cannot get arrested that particular person, the adulterer. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട്, നോ law has been changed under the divorce ഡിവോഴ്സ് ആക്ടിൽ ഇപ്പോഴും അഡൾട്ടറി ചെയ്ത സ്ത്രീയോ പുരുഷനെയോ തങ്ങളുടെ റെസ്പെക്റ്റീവ് സ്പൗസസിന് മറൈറ്റൽ ഇതിൽ നിന്ന് മാറാൻ പറ്റും കേട്ടോ. ക്രൂവൽറ്റിയാണ് അതും. അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നടക്കുന്നില്ലേ. അതൊരു സിനിമയുടെ കഥ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം കേട്ടോ, മാരിറ്റൽ റേപ്പിനെ പറ്റിയിട്ട്. പിന്നെ എന്തായിരുന്നു പറയാൻ, അപ്പം ഈ സ്ത്രീ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി 9 വയസ്സുള്ളൊരു മകൻ്റെ ജീവിതം അങ്ങറ്റം വരെ ആളുകൾ ഇത് പറയില്ലേ, അമ്മ ഇങ്ങനെ പോയി മരിച്ചതാണെന്ന് പറയില്ലേ. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. അമ്മയുടെ നഷ്ടം ആ പയ്യൻ മറന്നു പോകും, പക്ഷെ അമ്മ ഉണ്ടാക്കി വെച്ച ഈ ദുഷ്പേരോ, ആ പയ്യൻ എന്ത് പഴിച്ചു? അതിന് വല്ലതും അറിയാവോ? ഇപ്പോൾ അമ്മയും പോയി, ദുഷ്പേരും ബാക്കി. ആ അച്ഛനും മകനും, ആ പെൺകുട്ടിയെ പ്രസവിച്ച അച്ഛനും അമ്മയ്ക്കോ എന്താ നടന്നതെന്ന് അറിയില്ലല്ലോ. നടന്നത് കറക്റ്റാണേ, ഒരു വണ്ടിയുടെ അടിയിൽ പോയി അന്യ ഒരാളുമായിട്ട് രാത്രി യാത്ര ചെയ്തു എന്നുള്ളത് കറക്റ്റാണല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെയുള്ള ഒരു എന്താ പറയണേ, വിധിയുടെ വിളയാട്ടത്തിലേക്ക് നമ്മൾ തന്നെ നടന്ന് കയറുന്നത്? എന്തിനാണ് യൂണിവേഴ്സിലുള്ള നെഗറ്റീവ് വൈബ്സിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് എഗൻസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്? നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമല്ലേ? സ്ത്രീകളും ചിന്തിക്കണം, പുരുഷന്മാരും ചിന്തിക്കണം. ചിന്തിക്കില്ലേ നിങ്ങൾ? എന്നെ കേൾക്കുന്നവർ ചിന്തിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് പേര് ചിന്തിക്കാനുള്ളൂ എന്നെ കേൾക്കുന്നവർ, ബട്ട് സ്റ്റിൽ ഐ വിൽ കീപ്പ് പോസ്റ്റിംഗ്, ഐ വിൽ കീപ്പ് ടെല്ലിങ് ഓൾസോ. എന്നോട് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, അതുകൊണ്ട് കേൾക്കും അല്ലേ. പറയുന്നവർ ആർക്കെങ്കിലും എന്തെങ്കിലും കുഞ്ഞിതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തോന്നുക, അയ്യോ ഇയാൾ എന്തൊരു മനുഷ്യനാണ്, എന്നിട്ട് എത്ര കഷ്ടപ്പെടുത്തണമെന്ന് തോന്നുന്ന ഭാര്യമാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഹസ്ബൻഡ്സിനെ പറ്റി അടിക്കുകയും ഇടിക്കുകയും അവൻ പെണ്ണ് പിടിക്കാൻ പോവുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ നേരെ വന്ന് അയ്യോ നീ ഇങ്ങനത്തെയാന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഹസ്ബൻഡും ഒക്കെ ഉള്ള സമൂഹമാണ്. അങ്ങനെയുള്ളവർ രക്ഷപ്പെട്ട് വേറെ പോയി ജീവിക്കണം. പക്ഷേ ഈ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല. അതായത് ഡോണ്ട് ബിക്കം എ സ്ട്രേ ഡോഗ്. മനസ്സിലായോ? അങ്ങനെയാവുമ്പോൾ അപ്പോഴാണ് നമ്മളെ ആളുകൾ ആ പേര് പറഞ്ഞിട്ട് വിളിക്കുക, അല്ലേ? ഒരിക്കലും സ്ട്രേ ആകരുത് കേട്ടോ. നമ്മൾ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ പക്വതയുള്ളവരായിരിക്കും എന്നെ കേൾക്കുന്നതും സമയം ചെലവഴിക്കുന്നതും ഒക്കെ. പക്ഷേ ചില പെൺകുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് വിഷമം തോന്നും, അവർക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കും. ഈ ചെറുക്കന്മാർക്ക് ചില പണികളൊക്കെ ഉണ്ട്, അവർ നല്ല സൂചിച്ചെങ്കിൽ നടക്കും. ചിലപ്പോൾ ഒക്കെ ഭാര്യമാർ കുറച്ച് സ്മാർട്ടാണെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ട് പാടില്ല കേട്ടോ. ആ സമയത്താണ് ഇങ്ങനത്തെ ഇൻഫിഡിലിറ്റി മോഹവും അഡൾട്ടറി മോഹവും ഒക്കെ വരുന്നത്. അപ്പോഴായിരിക്കും ചിന്തിക്കുക, ഓ പിന്നെ ഇനിയുള്ളത് അലുമിനൈ മീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ആ സിനിമ കഴിഞ്ഞ പിന്നെ എൻ്റെ ദൈവമേ അല്ലേ, എന്തുവായിരുന്നു ക്ലാസ്മേറ്റ്സ്, അടിപൊളി സിനിമ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അലുമിനൈ മീറ്റ്സ് തുടങ്ങിയത്. സിനിമ എത്രത്തോളം നമ്മുടെ സമൂഹത്തിനെ ഇത് ചെയ്യുന്നുണ്ടല്ലേ, ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് സിനിമയ്ക്ക് അല്ലേ. അപ്പോൾ അത് നല്ലതുകൊണ്ട് അതിനകത്ത് കെട്ടതുകൊണ്ട്. അതിനകത്ത് ഈ നന്മ എന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല കൂട്ടായ്മ, സംസാരിക്കാനുള്ള ഫ്രണ്ട്സും ഒക്കെ തിരിച്ചു കിട്ടുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മളുടെ വീട്ടിൽ എത്രത്തോളം അവർ കയറണം, നമ്മളുടെ വീടിൻ്റെ ഏത് പടി വരെ അവർ വരണം. അതായത് ഒരു പക്ഷേ വരാന്തയിൽ ഇരുത്തേണ്ട ക്യാരക്ടറുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സ്വീകരണ മുറിയിലേക്ക് വിളിച്ചേക്കാം ചിലരെ വന്നിട്ട് നമ്മുടെ ഡൈനിങ് റൂം വരെ വരാം.
അതിനപ്പുറത്തേക്ക് ആരെയും അടുപ്പിക്കാതിരിക്കുക, ആരെയും വേറെ സ്ഥലത്തേക്ക് വിളിക്കേണ്ട കാര്യമില്ല. ബാക്കി ഇങ്ങനെ കോമൺ സ്പേസസിൽ മാത്രമാണ് അതിഥികൾ വരേണ്ടത്. ആരെയും നമ്മളുടെ ബെഡ്റൂമിനകത്തേക്ക് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും, ഗേൾസും ബോയ്സൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങളായി, എന്നാലും ഞാൻ പറയണേ ഈ SSLCക്കൊക്കെ പഠിച്ച പിള്ളേരൊക്കെ വരുമ്പോൾ നമ്മളിപ്പോഴും ബോയ്സും ഗേൾസ് എന്നാണ് പറയുക. ഓക്കെ, എല്ലാവർക്കും ഫാമിലി ഉണ്ട്, എല്ലാവർക്കും നല്ല സ്പൗസസും ഉണ്ട്, സുന്ദരിമാരും സുന്ദരന്മാരും അവരും സ്മാർട്ടായിരിക്കും. അതൊന്നും അല്ലെന്നേ ഇങ്ങനെയുള്ള സ്ട്രേ ആകാനുള്ള കാരണങ്ങൾ. വിയേർഡ് റീസൺസിനൊക്കെ ആൾക്കാർ സ്ട്രേ ആകും. പിന്നെ വെറുതെ കുറ്റങ്ങൾ പറഞ്ഞ് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ കുറ്റം പറഞ്ഞ് സ്ട്രേ ആകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ ബിവെയർ, ബി കെയർഫുൾ ഇൻ യുവർ ലൈഫ്. ഒരിക്കലും ഇൻഫിഡിലിറ്റി വെച്ച് പൊറുപ്പിക്കരുത് ജീവിതത്തിൽ. ആരോടും നമ്മൾ ഇങ്ങനത്തെ ലോയൽറ്റി ഇല്ലാതെ ജീവിക്കരുത്. എല്ലാവരോടും നമ്മൾ ലോയലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു കട്ടിലും വേണ്ട, കിടക്കയും വേണ്ട, ഒരു പായ മാത്രം മതി, ചുരുണ്ടുകൂടി കിടന്ന് സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ? അപ്പോൾ എന്നെ കേൾക്കുന്നവർ ഇതൊന്ന് ആലോചിക്കുക. പറയുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു റീയൂണിയൻ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു തരിപ്പ് ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നെ കേൾക്കുന്ന ചെറിയ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് 25 മുതൽ ഒക്കെ പ്രായമുള്ള പുതിയതായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നവരെല്ലാവരും നമ്മൾ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്ന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. അതൊരു നോൺ ഫാഷനബിൾ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോക്ക് കുറച്ച് നീണ്ടുപോയി. കാരണം ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ രാവിലെ മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ തന്നെ പറയണേ എന്തിനാ ഇതെന്ന് ഓർത്തു. വൈകിട്ടാവട്ടെ പറയാം. അപ്പോൾ എല്ലാവർക്കും സമയം ഉണ്ടാവുമല്ലോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ കേട്ടാൽ മതി. അപ്പോൾ കേൾക്കുമ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാനും ഒരു സമയം കിട്ടും അല്ലേ? അപ്പോൾ ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമോ ആർക്കെങ്കിലും? അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ശരി, നാളെ കാണാം. അമ്പലത്തിൽ പോകുന്നു, ദശാവതാരം കാണാൻ പോകുന്നു. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ അമ്പലത്തിൽ ഉത്സവങ്ങൾക്കൊക്കെ മുമ്പേ ഓരോ എന്താ പറയുക, അമ്പലത്തിലെ ഡേറ്റിനെ നമ്മളിങ്ങനെ ഓരോ അവതാരങ്ങളുടെ രൂപത്തിൽ അവർ ചന്ദനം ചാർത്തും. കാണാൻ നല്ല രസമാണ്. അപ്പം ഞാനത് കാണാൻ പോവാം. ഇന്ന് 2ാമത്തെ ദിവസമാണ്, 10 ദിവസമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ഇവിടെ അടുത്താണ് അമ്പലം, ഞങ്ങളുടെ കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പം ഞാൻ അവിടെ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ബൈ.